ലൈഫ് വിത്ത് കുറുമൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെക്കേഷനായിട്ട് എങ്ങും പോകണില്ലേന്ന് ഋതുട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര പൊന്മുടിയിലേക്കായിരുന്നു. അപ്പോൾ ഏട്ടനും ഞാനും മക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കാറിലായിരുന്നു ഞങ്ങളെ യാത്ര. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിയായപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. മുൻകൂട്ടി തീരുമാനിച്ചൊരു യാത്രയൊന്നും അല്ലായിരുന്നു, പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. അപ്പോൾ എന്തായാലും ആച്ചക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ എന്തായാലും അവൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പോയ വഴിക്ക് അവൾ ബിസ്ക്കറ്റും വെള്ളമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ദൂരയാത്രയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഋതുട്ടൻ എന്തായാലും ഛർദ്ദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പോയത്. എന്തായാലും ഗുളിക വാങ്ങിച്ച് കഴിച്ചിട്ടും ഋതുട്ടൻ ഛർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അകത്തോട്ട് പോകുന്നതോറും വെയിൽ മങ്ങി ചെറിയ മഴക്കോള് പോലെ ആയിട്ടുണ്ട്. പക്ഷെ 3 മണിയാണ് സമയമെങ്കിലും ഇവിടെ എപ്പോഴും ഒരു മങ്ങലും ഒരു മഞ്ഞും ഒരു മഴക്കോളുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ പോണ വഴി എന്തായാലും ഒരു സൈഡിൽ വെള്ളം വീഴുന്ന സൗണ്ട്, ഇപ്പുറത്തെ സൈഡിൽ നല്ല ചീവിട് വരുന്ന സൗണ്ടുമായിരുന്നു. പോണ വഴിയുള്ള കാഴ്ചകളെല്ലാം എന്തായാലും നല്ല രസമുള്ളതായിരുന്നു. പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഉള്ളിലോട്ട് കയറും തോറും ഇരുട്ട് കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും നല്ലൊരു യാത്രയായിരുന്നു. അവിടെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു എന്തായാലും ഞങ്ങളെ യാത്ര. സാധാരണ ഗൂഗിൾ മാപ്പ് നോക്കി പോവുകയാണെങ്കിൽ ഏതെങ്കിലും ആറ്റില്ല തോട്ടിലൊക്കെ ആയിരിക്കും ചെന്നെത്തുന്നത്. എന്തായാലും നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് എന്തായാലും ചതിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് എന്തായാലും പൊന്മുടിയിൽ തന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. വളവും തിരിവൊക്കെ ഉള്ള റോഡുകളായതുകൊണ്ട് എന്തായാലും ഏട്ടൻ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓട്ടി. എൻട്രി പോയിന്റിലെത്തി എന്തായാലും ടിക്കറ്റ് എടുക്കണം. അപ്പം ഞങ്ങൾ 4 പേർക്കും കൂടെ 120 രൂപയായിരുന്നു ടിക്കറ്റിൻ്റെ ചാർജ്. അപ്പോൾ കുട്ടികളുടെ വയസ്സും എല്ലാമൊക്കെ ചോദിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് ടിക്കറ്റ് തരുന്നത്. അപ്പോൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എന്തായാലും ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളിലോട്ട് പിന്നെ യാത്ര ചെയ്താലേ എന്തായാലും ഞങ്ങൾ സ്ഥലത്തെത്താൻ പറ്റത്തുള്ളൂ. പോണ വഴിയിലെല്ലാം ആളുകൾ വണ്ടി നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ ഇരുന്നാൽ തന്നെ ഏകദേശം ദൂരം നമുക്ക് ആ കോടമഞ്ഞ് കാണാനൊക്കെ പറ്റും. അപ്പം അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തിട്ട് റെയിൻകോട്ടോ കുടയോ ഏതെങ്കിലും ഒന്നുമില്ലാതെ എന്തായാലും പോകാൻ പറ്റത്തില്ല. എന്തായാലും ഞങ്ങളെ കയ്യിൽ ഇത് രണ്ടും ഇല്ലായിരുന്നു. ഞങ്ങളെന്തായാലും മഴ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. പോണ വഴി എന്തായാലും കുഞ്ഞു കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ചായക്കടകളും മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന വലിയ കടകളൊന്നുമില്ല. കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെന്തായാലും ഒരു സ്പോട്ടിൽ ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളെന്തായാലും സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. താഴെ നിന്ന് മുകളിലോട്ട് കയറിയപ്പോഴത്തേക്ക് എന്തായാലും മൂടൽ മഞ്ഞ് വന്ന് മറിഞ്ഞ് ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഗ്യാങ്ങായിട്ട് കുറേ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ സ്പീക്കർ കൊണ്ടുവന്ന് അവിടെ പാട്ടിടക്കോ ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഋതുകൂട്ടനും അവിടെ നിന്ന് ഡാൻസ് കളിക്കൊക്കെ വരുന്നു. പിള്ളേരെന്തായാലും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആച്ചൂട്ടൻ എന്തായാലും അവിടെ കെട്ടിക്കിടന്ന വെള്ളത്തിലൊക്കെ ചാടിക്കളിക്കൊക്കെ ബഹളമായിരുന്നു. അവനും എന്തായാലും ഈ യാത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞ് വന്ന മൂടിയാണ്, ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. താഴോട്ടൊക്കെ ആൾ നിൽക്കുന്നത് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ. നല്ല തിരക്കുണ്ടായിരുന്നില്ല. ഋതുകൂട്ടൻ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടാൻ തുടങ്ങി. അവൻ താഴേന്ന് മുകളിലോട്ട് ഓടി വരുന്ന വീഡിയോ പിടിയമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്തായാലും ഓടി താഴേന്ന് മുകളിലോട്ട് കയറി വരികയായിരുന്നു. അപ്പോൾ എന്തായാലും അവൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആച്ചക്കുട്ടൻ എന്തായാലും വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെന്തായാലും ആ മഴ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുമായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഒരു 6:30 മണിയായപ്പോൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 10 മണിയായപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഋതുകൂട്ടൻ്റെ ആശുപത്രിയിൽ എന്തായാലും യാത്ര നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.